ഇവിടെ ആണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ വിപ്ലവകാരികൾ ഉണ്ടാക്കുന്നു, പ്രതിവിപ്ലവകാരികൾ ഉണ്ടാക്കുന്നു, ജനനായകന്മാരുണ്ടാക്കുന്നു, ജനദ്രോഹികൾ ഉണ്ടാക്കുന്നു, എല്ലാം പുറത്തെവിടെയുള്ള ചില ശക്തികളാണ്. അവരുടെ ഏജന്റുമാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. ലോകത്തൊരു വ്യവസ്ഥയുണ്ടാവരുത്, ടോട്ടൽ അനാർക്കിയായിരിക്കും. അതാണ് അവർക്ക് ആവശ്യം. എങ്കിലാണ് അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു വേൾഡ് ഗവൺമെൻറ്റിലേക്ക് ഭാവിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ജൂതന്മാർ എങ്ങനെയാണോ പല രാജ്യങ്ങളെയും ഭരണാധികാരികളെ തീരുമാനിച്ചിരുന്നത്, അതേപോലെ ആ സ്കെയിൽ അല്ലെങ്കിൽ തീരുമാനിക്കാൻ അറബികൾക്ക് പറ്റുന്നുണ്ട്. സത്യത്തിൽ ഇന്ന് ലോകം ഭരിക്കുക ജർമ്മനിയും അറബ് രാജ്യങ്ങളും കൂടിയായിരുന്നു. ആ മിഷൻ തകർത്തത് കുവൈറ്റാണ്. സ്വന്തം ജനതയെ ഒറ്റുകൊടുത്തവരാണ് ഈ അറബികൾ, ഇന്ന് കാണുന്ന അറബികൾ. മുസ്ലിംസിന് ലോകത്തുണ്ടായ പ്രാധാന്യം അവസാനിപ്പിച്ച ആരാണ്? ബ്രിട്ടനാണ്, ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി. പിന്നെ അമേരിക്കയാണ്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇറാനെതിരായ സൈനിക നടപടി കടുപ്പിക്കുമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുകയാണ്, ഈ വാരാന്ത്യത്തിൽ നടത്താനിരുന്ന ശക്തമായ ആക്രമണം റദ്ദാക്കിയിരിക്കുന്നു. ഞങ്ങളോട് അഭ്യർത്ഥിച്ചു, കരാറിൻ്റെ ഏകദേശ രൂപമായതിനാൽ, സമാധാന കരാറിൻ്റെ ഏകദേശ രൂപം ആയതിനാൽ ആക്രമണം നിർത്തണമെന്ന് ഇറാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചു. ഇതേ തുടർന്നാണ് താൻ ഈ ആക്രമണം റദ്ദാക്കുന്നത് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും വിമർശന വിധേയമായിട്ടുണ്ട്. ഒരു ദിവസം പറയുന്നു ആക്രമണം നിർത്തുന്നു എന്ന്, തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഏതാനും 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആക്രമണം നടത്തുന്നു. ഇങ്ങനെ വാക്കിന് വിലയില്ലാത്ത തരത്തിൽ ഇറാൻ യുദ്ധവേളയിൽ തന്നെ ഒട്ടേറെ തവണ പ്രസ്താവനകൾ പുറപ്പെടുവിച്ച നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് ഞങ്ങൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇറാൻ അമേരിക്ക യുദ്ധം ജോൺ വിക്ക് സിനിമയോ എന്നുള്ളതാണ്. നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മൾ സംസാരിച്ചപ്പോഴാണ് ഫക്രുദ്ദീൻ ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരു ജോൺ വിക്ക് സിനിമയുടെ ഓരോ സംഭവങ്ങളുടെ ഏറെ ചേർന്ന് നിൽക്കുന്ന സാമ്യമുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് കേട്ടപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ ഒരു പ്ലോട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രംപിൻ്റെ നീക്കങ്ങളും അവിടെ നടക്കുന്ന സൈനിക നടപടികളുമൊക്കെ തന്നെ അങ്ങനെയാണ് കാണാൻ സാധിക്കുക എന്നാണ് തോന്നുന്നത്. എങ്ങനെയാണ് ഈ ഒരു നിരീക്ഷണം? ജോൺ വിക്ക് സിനിമയുടെ ഒന്നാമത്തെ കാര്യം, അത് ഡാർക്ക് സിനിമ, മാഫിയ സിനിമയാണ്. അതെ. ആ മാഫിയ ലോകത്തിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ എല്ലാ മാഫിയ സിനിമകളിലും പോലീസ് ഉണ്ടാവും. ജോൺ വിക്ക് സിനിമയിൽ പോലീസില്ല. പോലീസും പട്ടാളം എല്ലാം തന്നെ മാഫിയാണ്. അതാണ് എല്ലാം നടപ്പിലാക്കുന്നത്, ശിക്ഷ നടപ്പിലാക്കുന്നത് എല്ലാം മാഫിയാണ്. ആ മാഫിയയ്ക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. അപ്പോൾ കോണ്ടിനെൻ്റൽ ഹോട്ടൽ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഉള്ളതാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ മെമ്പേഴ്സിന് അവിടെ ഫ്രീ ആണ് അക്കോമഡേഷനൊക്കെ, കാർഡ് കാണിച്ചാൽ മതി. അവിടെ പക്ഷേ ആരെയും നിങ്ങൾക്ക് കൊല്ലാൻ പാടില്ല. അങ്ങനെയുള്ള എത്തിക്സാണ്. അവരെ കൊന്നാൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഇൻഡെമിനിറ്റി വയ്ക്കുക. നിങ്ങളുടെ ലോകത്ത് എവിടെയും ആളുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നാണ് ജോൺ വിക്ക് സിനിമയുടെ ഒരു കാര്യം. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിലൊരു ജോൺ വിക്ക് സിനിമയിൽ ഒരു സ്ഥിരതയില്ല. ജോൺ വിക്കിനൊരു സ്ഥിരതയില്ല. ജോൺ വിക്ക് ഇടയ്ക്ക് പേരുടെയൊക്കെ, ജോൺ വിക്ക് ഒരു അധോലോക നായകനാണ്. ഒരു ബോഗിമാൻ എന്നറിയപ്പെടുന്ന ഒരു മാക്കോ ക്യാരക്ടറാണ്. അങ്ങനെ ഇടയ്ക്ക് ഒരു പ്രേമൊക്കെ വന്നതൊക്കെ നിർത്തി പോകും. പിന്നെ ഭാര്യ മരിച്ചതിന് ശേഷം പിന്നെയും ഇയാളുടെ ഭാര്യ കൊടുത്തൊരു പട്ടി ഉണ്ടാവും. ആ പട്ടീനെ ചെറുക്കൻ കൊന്നിട്ട് ആ ചെറുക്കനെ കൊല്ലാൻ വേണ്ടി വേറെ മാഫിയായിട്ട് ഏറ്റുമുട്ടുന്നു. പിന്നെ തിരിച്ചു വിടാകുമ്പോൾ പിന്നെ കോണ്ടിനെൻ്റൽ ഹോട്ടലിൽ വെച്ച് തന്നെ വേറൊരാളെ വെടിവെച്ച് കൊല്ലുന്നു. അതോടുകൂടി ഈ കോണ്ടിനെൻ്റൽ ഹോട്ടലുകാർ ഇങ്ങനെ കൊല്ലാൻ നടക്കുന്നു. കോണ്ടിനെൻ്റൽ ഹോട്ടൽ നിന്ന് ഹൈ ടേബിളാണ്. അത് ഹൈ ടേബിളാണ് അത് നടത്തുന്നത്. അതാണ് അവരുടെ മാഫിയയുടെ തലവൻ. ആ ഹൈ ടേബിൾ ആരാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇവരെല്ലാം ഹൈ ടേബിളിൻ്റെ അണ്ടറിൽ വർക്ക്. ഹൈ ടേബിൾ ഈസ് വെരി പവർഫുൾ. അപ്പോൾ ഈ ഹൈ ടേബിൾ എന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാൽ ഒരു ഇല്യൂമിനേറ്ററി ടൈപ്പ്, ഓൾ എൻകംപാസിങ്, എല്ലാം സമഗ്രമായിട്ടെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു വേൾഡ് പവറാണ്. അതിലാകപ്പാട് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മുഖം എന്ന് വെച്ചാൽ ഒരു അറബിയുടെ മുഖമാണ്. എനിക്കൊന്ന് അത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിന് മറ്റോ ഒരു അറബി എഴുതുന്നത്. ഇയാൾക്ക് മാപ്പ് കൊടുക്കും. ഇയാളെ വിരൽ മുറിച്ച് മേടിച്ചിട്ട് ഇയാൾക്ക് മാപ്പ് കൊടുക്കുന്നു. ഇയാൾ പിന്നെ അറബീനെ കൊല്ലുന്നൊക്കെയാണ്. അപ്പോൾ ആ സിനിമ ബേസിക്കലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇന്നത്തെ ഒരു വേൾഡ് ഓർഡറിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്നുള്ളതാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എടുത്തയച്ച ആളുകളൊന്നുമല്ല. ഇവിടെ ആണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ വിപ്ലവകാരികൾ ഉണ്ടാക്കുന്നു, പ്രതിവിപ്ലവകാരികൾ ഉണ്ടാക്കുന്നു, ജനനായകന്മാരുണ്ടാക്കുന്നു, ജനദ്രോഹികൾ ഉണ്ടാക്കുന്നു, എല്ലാം പുറത്തെവിടെയുള്ളൊരു ചില ശക്തികളാണ്. അവരുടെ ഏജന്റുമാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ജോൺ വിക്ക് ഈ ഹോളിവുഡ് സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പല കാര്യങ്ങളും അവരതൊരു പറയാതെ പറയും എന്നുള്ളതാണ്.
ഇല്ല, ഈ സിനിമയുടെ ഇതൊരു സീരീസ് ഓഫ് സിനിമകളാണ്. മൂന്നെണ്ണം വന്നു. ആദ്യത്തെ ഇറങ്ങിയത് 2014 അതിലാണ് ആദ്യത്തെ ഭാഗം പറയുന്നത്. അദ്ദേഹം ഒരു അധോലോക നായകനായിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പിന്നീട് പകരം വീട്ടാനായി വീണ്ടും പഴയ പണിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹൈ ടീം എന്ന് പറഞ്ഞു, ഹൈ ടേബിൾ എന്ന് പറഞ്ഞു. ഈ ഹൈ ടേബിളിൽ ഇലൂമിനാറ്റിയെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ട്രംപിനെ നിയന്ത്രിക്കുന്ന മറ്റേതോ ഒരു ശക്തി എന്ന് നമ്മൾ പലപ്പോഴും ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ട്രംപ് സ്വന്തം തീരുമാനത്തിനനുസരിച്ചാണോ? ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ ഒരു പ്രസിഡന്റിന് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ നിലപാട് എങ്ങനെ മാറ്റാൻ സാധിക്കും? അപ്പോൾ അവിടെ വന്ന മറ്റൊരു അഭിപ്രായമാണ്, മറ്റാരോ കൺട്രോൾ ചെയ്യുകയാണ് ട്രംപിനെ. അമേരിക്കയുടെ സർവാധിപത്യം നിലനിർത്താൻ വേണ്ടി, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉയർന്നു വരുന്ന മറ്റ് ശക്തികളെല്ലാം തന്നെ നിലംപരിശാക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കുന്നു. ആ ഒരു പദ്ധതിക്കനുസരിച്ച് ഡാൻസ് ചെയ്യുകയാണ് ട്രംപ് ചെയ്യുന്നത് എന്നുള്ളതാണ് അഭിപ്രായം വന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്കതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കുമല്ലേ? അല്ല, താരതമ്യം ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ നോക്കുമ്പോൾ ട്രംപ് ഒരു പ്രാന്തൻ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ അവർക്ക് ഈ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യം ഒരു ഭ്രാന്തൻ്റെ ലുക്കുള്ള ആളാണ്. ട്രംപ് ഭ്രാന്തനായിട്ടല്ല. ഭ്രാന്തനായിരുന്നെങ്കിൽ അയാൾ ഇത്രയും വലിയ ബിസിനസ് എംപയർ ഒന്നും ഉണ്ടാക്കില്ല. അയാൾ ഭ്രാന്തനല്ല. അയാളുടെ ഭ്രാന്ത് അയാൾ അഭിനയിക്കുന്നതാണ്. അമേരിക്ക ഇലക്ഷനിൽ എപ്പോഴും ചില ഇമേജുകൾ കൊടുക്കും. ഒബാമയാണെങ്കിൽ ബുദ്ധിജീവി എന്നുള്ള ഇമേജ്, ബിൽ ക്ലിൻ്റൺ ആണെങ്കിൽ സുന്ദരനായിട്ടുള്ള ഇമേജ്, ജോർജ് ബുഷാണ് ഒരു മാക്കോ ഇമേജ് എന്ന് വെച്ചാൽ ഹെലികോപ്റ്റർ എന്നൊക്കെ വരച്ചുവിട്ട് ഉപയോഗിച്ച് ചാടുന്നൊരു ഇമേജ്. ട്രംപിനാണ് ഭ്രാന്തൻ ഇമേജ്. ഈ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നവർ ഈ ഭ്രാന്തന്മാരാണ്. ഉദാഹരണമായിട്ട് ബാറ്റ്മാൻ സിനിമ നിങ്ങൾ എടുത്തു. ബാറ്റ്മാനിൽ അതിൻ്റെ വില്ലനായ ജോക്കറാണ് ലോകത്തെ സംഭവം. നിങ്ങളെ മോനോട് വെച്ചാൽ അയാളുടെ ഫാനായിരിക്കും, ബാറ്റ്മാൻ്റെ ഫാനായിരിക്കില്ല. അയാളൊരു ഭ്രാന്തനാണ്. അയാൾ പറയുന്നത് പക്ഷേ വലിയ ഫിലോസഫിയാണ് ബാറ്റ്മാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾ ലോകത്തിപ്പം ബ്രിട്ടനിലൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, എന്താ പേര് ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ സുനക്കിൻ്റെ തൊട്ടുമുമ്പുണ്ടായിരുന്നു, ലേഡിക്ക് തൊട്ടുമുണ്ടായി. അയാൾക്കൊരു ഭ്രാന്തൻ ലുക്ക്, ബോറിസ് ജോൺസൺ ഒരു ഭ്രാന്തൻ ലുക്കായിരുന്നു. അതുപോലെ തന്നെ ഫ്രാൻസിൽ വേറൊരു കക്ഷി ഉണ്ടായിരുന്നു, കാർലോ ബ്രൂണിയുടെ ബോയ് ഫ്രണ്ട്. അങ്ങനെ ഒരു ഭ്രാന്തനായിരുന്നു. അങ്ങനെ പ്രസിഡന്റിൻ്റെ ടേബിളിനുള്ള കാലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലുക്കുള്ള ആളുകളാണ് ഇപ്പം ലോകത്തെ പല രാജ്യങ്ങളിലും. അപ്പോൾ അതിൽ വ്യത്യസ്തമായ മോഡിയും ഈ പുട്ടിനും ഒക്കെ അവരെ വേറെ രീതിയിലുള്ള ആളുകളാണ്. ബാക്കി എല്ലാം തന്നെ ഭൂരിപക്ഷം ആളുകൾ ഇങ്ങനെ ഒരു ഭ്രാന്തൻ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആളുകളാണ്. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ ലോകം പോസ്റ്റ് മോഡേൺ എന്നൊക്കെ പണ്ട് നമ്മൾ പറയുമ്പോൾ എന്തോ യാന്ത്രികമായ കാര്യം എന്ന് വിചാരിക്കും. ഈ പോസ്റ്റ് മോഡേൺ എന്നുള്ള ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ഥിരതയില്ല എന്നുള്ളതാണ്. ഒന്നിനും സ്ഥിരതയില്ല, ഒരു മൂല്യവും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഒന്നിനും സ്ഥിരതയില്ലാത്ത ഒരു മൂല്യമില്ലാത്ത ഒരു വ്യവസ്ഥിതിക്ക് സാങ്കത്യം നൽകണമെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. അതാണ് അവർ ട്രംപിനെ ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ അർജന്റീനൻ പ്രസിഡന്റ് ജാവിയർ മിലിയും അത്തരത്തിലുള്ള ഒരാളായിട്ടാണ് തോന്നിയ പോലെ പറയുന്ന ഒരാളാണ്. അതെ, തോന്നിയ പോലെ പറയുന്ന ഒരാളാണ്. ഒരു ദിവസം ഒന്ന് പറയും, തൊട്ടടുത്ത ദിവസം. അതുപോലെ വേറൊരു വട്ടുകൂടിയ ഭ്രാന്തനാണ് നെതന്യാഹു. മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നല്ല അയാൾ ചെയ്യുന്നത്. അയാൾ തന്നെ യുദ്ധം ഉണ്ടായിപ്പിക്കുന്നു, അയാൾ തന്നെ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒന്നിനും ഒരു വ്യവസ്ഥ ഉണ്ടാവരുത്, ലോകത്തൊരു വ്യവസ്ഥ ഉണ്ടാവരുത്. ടോട്ടൽ അനാർക്കിയായിരിക്കണം. അതാണ് അവർക്ക് ആവശ്യം. എങ്കിലാണ് അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു വേൾഡ് ഗവൺമെൻറ്റിലേക്ക് ഭാവിയിൽ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ സമയത്ത് തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ലോഞ്ച് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ അനാർക്കിക്ക് ഭയങ്കര സ്വീകാര്യതയാണ്. അപ്പോൾ തൊപ്പിക്ക് കിട്ടുന്ന സ്വീകാര്യത നിങ്ങൾ തൊപ്പി എന്താ ചെയ്യുന്നു? ഓൺലൈൻ ഗെയിം കളിക്കുന്നു, അണ്ടർവയറിൻ്റെ ഉള്ളിൽ മുളക് പൊടി ഇട്ടിരുന്നു, എന്നിട്ട് അങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്നു. അതിനൊക്കെ കേട്ടാൽ അതൊക്കെ തെറി, നമുക്കൊക്കെ കേട്ടാൽ അതൊക്കെ തെറി വിളിക്കുന്നു. 100K ആണ് ഓൺലൈൻ വ്യൂവേഴ്സ് ആയിട്ടുള്ളത്. നമ്മളെ പരിപാടിക്ക് എത്തില്ല, പരമാവധി നന്നായി പോവുകയാണെങ്കിൽ 100K കിട്ടും വ്യൂവേഴ്സ്. അത് ഓൺലൈനല്ല, ഇത് ഓൺലൈനിൽ ആ ലൈവ് സ്ട്രീമിംഗ് കാണുന്ന 100K ആണ്. അപ്പോൾ അടുത്തൊരു തലമുറ ആ രീതിയിലാണ് വരുന്നത്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ചിന്താശക്തി ഉണ്ടാവില്ല എന്നുള്ളത്. ഓക്കെ, ശരിയും തെറ്റും തിരിച്ചറിയാൻ അവർക്ക് പറ്റില്ല. അവരാരുടെയോ താളത്തിനനുസരിച്ച്, ലോകത്തിൽ എവിടെയോ ആരോ പറയുന്നതനുസരിച്ച്, ചിലപ്പോൾ അത് AI തന്നെ ആയിരിക്കും പറയുന്നത്, അതിനനുസരിച്ച് അവർ തുള്ളും. അങ്ങനെയുള്ള ലോകത്താണ് ഇപ്പോൾ ഞാനും നിങ്ങൾക്ക് ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കും. അങ്ങനെ ലോകത്ത് മാത്രമാണ് ഈ ഇല്ലുമിനാറ്റിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. ഇല്ലുമിനാറ്റി എന്ന് ഈ പിള്ളേർ പറയുന്ന സാധനം. അപ്പം അതിൻ്റെ ആളാണ് ഈ ട്രംപ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഥവാ ട്രംപ് ചെയ്യുന്നതാണ് ഇൻ്റർനാഷണൽ വാക്കിന് വിലയില്ലാതാക്കുക എന്നുള്ളതാണ്. ജോൺ വിക്ക് സിനിമയിൽ നിങ്ങൾ നോക്കി അധികം സംസാരമല്ല, ഓൺലി വീഡിയോ ആക്ഷനേ ഉള്ളൂ. അത് ത്രസിപ്പിക്കുന്ന ആക്ഷനാണ്. അപ്പം അവസാനം വന്ന പാർട്ടിൽ ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ് ഓൺലി വെടിവെപ്പേ ഉള്ളൂ. ഓൺലി വെടിവെപ്പ് വെട്ടുകുത്തൊക്കെ ഉള്ളൂ. അപ്പം അത് തന്നെയാണ് സംസാരം. അധികമല്ല, ട്രംപ് ആണ് സംസാരം താരതമ്യേന കുറവാണ്, ആക്ഷനാണ്. നെതന്യാഹു അങ്ങനെയാണ്, ആക്ഷനാണ്. അപ്പം ആ രീതിയിൽ ലോകത്തെ മാറ്റുക എന്നുള്ള
ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ട്രംപിനെ കൊണ്ടുചിരുത്തും. അതാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് കാരണം എന്തൊക്കെ പ്രശ്നമുണ്ടായി. അതെ. ഇപ്പോൾ യൂറോപ്പിൽ പൊതുവെ യുദ്ധങ്ങളില്ലായിരുന്നു. ഉക്രൈനിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടായതുകൊണ്ടാണ്. ട്രംപ് എല്ലാം കൂടി ഒപ്പിച്ച പണിയാണ്. നാറ്റോയിൽ യുക്രൈനെ പിടിച്ച് കൂട്ടാൻ നോക്കി. അതിപ്പോൾ അവിടെ ഒരു അഫ്ഗാനിസ്ഥാനായി മാറിയിരിക്കുകയാണ്. അതിപ്പോൾ റഷ്യയിൽ വലിയ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടിന് ഭ്രാന്തനാണ് അപ്പുറത്തിരിക്കുന്നത്. അങ്ങനെ ഒരു വഴിയുള്ള മിസൈൽ എടുത്ത് ഉപയോഗിച്ചാൽ കാര്യം മാറി. അങ്ങനെ ലോകത്തെല്ലായിടത്തും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അനാർക്കി സിറ്റുവേഷൻ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇവർ ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ, മുമ്പൊക്കെ നമ്മളിപ്പോൾ കുവൈറ്റ് യുദ്ധം നമ്മളുണ്ട്, ഇറാഖ് യുദ്ധം നമ്മളുണ്ട്. ഇതെല്ലാം ഒരു ഘട്ടത്തിലെത്താൻ വെടിനിർത്തൽ ഉണ്ടാവുകയാണ്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തലാണ്. അപ്പോൾ അതല്ല, അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തലെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഒന്ന് ഇസ്രായേൽ പോയി ആക്രമിക്കുക, അല്ലെങ്കിൽ ഇറാൻ കൊണ്ട് തിരിച്ചാക്രമിച്ചു എന്ന് പറയും. എന്നിട്ട് പിന്നെ അക്കമാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റൊക്കെ പുനരാരംഭിച്ച് എല്ലാം നോർമലായെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ദിവസം വീണ്ടും മാറുകയാണ്, സ്ഥിതി മാറുകയാണ്. അപ്പോൾ ഇത് ഈ അനാർക്കി സ്പ്രെഡ് ചെയ്യുക, അനാർക്കി പ്രിവെയിൽ ചെയ്യുക. ഈ ലോകത്തിൻ്റെ സ്വഭാവം എന്നുള്ള വെച്ചാൽ അനാർക്കിയാകുക. അപ്പം കാൾ മാർക്സ് ഒക്കെ ക്യാപിറ്റലിസത്തെ പറ്റി പറഞ്ഞാൽ അനിശ്ചിതത്വമാണ്. ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാവില്ല. ഇന്നൊരു വണ്ടി ഇറങ്ങുന്നു, നാളെ വേറൊരു മോഡൽ ഇറങ്ങുന്നു. ഇതല്ല, അനാർക്കിയാണ്. പക്ഷെ അവിടെ പോയി ഭരണകൂടം ഉണ്ടാവും. ഇത് ഭരണകൂടം ഇല്ലാത്തൊരവസ്ഥ, അനാർക്കി. എന്നിട്ട് പവർ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ക്യാമറയൊക്കെ വെച്ച സ്ഥിതിക്ക് ഇപ്പോൾ ജെയിംസ് ബോണ്ട് സിനിമകളിലൊക്കെ അവസാനം ഇത് തന്നെ, ഇപ്പോൾ അവസാനം സീരീസിലൊക്കെ ഇത് തന്നെയാണ് പ്രധാന വിഷയം. ക്യാമറകൾ ഉപയോഗിച്ചിട്ട് ക്യാമറകൾ ഉപയോഗിച്ച് ലോകത്തെ നിരീക്ഷിക്കുകയും കൺട്രോളുകയും ചെയ്യുന്ന ഒരു സൂപ്പർ പവർ. അതിൽ മിഷൻ ഇമ്പോസിബിളിൽ ഈ സൂപ്പർ പവർ എന്ന് വെച്ചത് ഒരു AI ആണ്. ആ AI മനുഷ്യന്മാരെ വിലക്കെടുത്തിട്ട് മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്യുകയാണ്. അതെ, നമ്മൾ ചിന്തകൾക്ക് അപ്പുറമാണ്. അത് നിങ്ങൾ ഇതുവരെ യുദ്ധങ്ങൾ കമൻറ്റ് ചെയ്ത രീതി വെച്ച് ഈ യുദ്ധത്തെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഭരണമാറ്റമാണ് നമ്മളന്ന് ചർച്ച ചെയ്തതാണ്. ഭരണമാറ്റം ഉണ്ടാവും. അത് അമേരിക്ക വിചാരിച്ച രണ്ടാഴ്ച കൊണ്ട് നടക്കും. അത് അമേരിക്ക പറ്റായിട്ടല്ല, അവർക്കത് വേണ്ട. അവർക്ക് വേണ്ടത് ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഇറാനിലാണെങ്കിൽ അവർക്ക് ഓയിലിൻ്റെ മേലോ അവർക്ക് വേറെ എന്തൊക്കെ ചില ആവശ്യങ്ങൾ ഇറാനിൽ നേടിയെടുക്കാൻ ഈ ഭരണകൂടത്തെ തന്നെ അവർക്ക് വേണം. നമ്മളതിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് അമേരിക്ക അക്രമത്തെ നമ്മളെ സംബന്ധിച്ചാൽ അവിടെ ഭരണമാറ്റം വേണം. കാരണം ഈ പറയുന്ന കൺസർവേറ്റീവ് ഭരണകൂടം അവിടെ ജനങ്ങൾക്ക് ബാധ്യതയാണ്. പക്ഷേ അങ്ങനെ ജനങ്ങളുടെ സപ്പോർട്ട് നേടി ഭരണകൂടത്തെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളെ സ്കൂളിൽ പോയി ബോംബിടേണ്ട ആവശ്യമില്ല അവർക്ക്. അപ്പോൾ അത് ജനങ്ങളെ കൂടി എതിരാക്കി ഈ ഭരണകൂടത്തെ നവീകരിച്ച് ഇവരുടെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ അവിടുത്തെ മിനറൽ റിസോഴ്സസ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരിക്കാം. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഈ സംഘർഷം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഈ സംഘർഷത്തിൽ രണ്ട് തട്ടിൽ നിൽക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് പൊതുവെ കിട്ടുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് വെച്ചാൽ ആദ്യമൊക്കെ ഹൈ ടേബിൾ എന്ന് പറഞ്ഞ ഈ സാധനം ഉണ്ടായി വന്ന സമയത്ത് ജൂതന്മാർക്ക് അതിൽ ശക്തമായിട്ടുള്ളൊരു അവരായിരുന്നു പ്രധാന ശക്തികൾ. അവർക്കെതിരായിട്ട് ഫോർഡിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു അമേരിക്കയിൽ ക്രിസ്ത്യൻ ലോബി ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരുപാട് ജൂതന്മാരെ ഈ ഇവന്മാർ കൊന്നപ്പോൾ, നാസികൾ കൊന്നപ്പോൾ ജൂതന്മാർക്ക് അനുകൂലമായ സഹതാപ തരംഗം വന്നു. അതോടുകൂടി ഫോർഡിൻ്റെ ആ സിൻഡിക്കേറ്റ് വീക്കം ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇസ്രായേൽ കാണിക്കുന്ന ഈ തമാടിത്തരങ്ങൾ കാരണം ആ സിൻഡിക്കേറ്റ് ഇപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുക. ഒന്ന് കത്തോലിക്ക സഭയ്ക്ക് ഇവന്മാർ അതിൽ ഒട്ടും താല്പര്യമില്ല. കത്തോലിക്ക സഭയെ എങ്ങനെ തീർക്കാമെന്ന് ആലോചിച്ച് നടക്കുന്ന ആളുകളാണ് ഈ ജൂതന്മാർ. അപ്പോൾ കത്തോലിക്ക സഭ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇൻ ബിറ്റ്വീൻ ഓയിൽ പണം കൊണ്ട് അറബികൾ ഒരു ശക്തിയായി മാറി. ഏതാണ്ട് $6 ട്രില്യൺ $7 ഇൻ്റർനാഷണലി അവരുടെ കയ്യിലാണുള്ളത്. അമേരിക്കയിലെല്ലാം തന്നെ ഇപ്പോൾ ജൂതന്മാരെങ്ങനെയാണോ പല രാജ്യങ്ങളെയും ഭരണാധികാരികളെ തീരുമാനിച്ചിരുന്നത്, അതേപോലെ ആ സ്കെയിൽ അല്ലെങ്കിൽ കൂടി തീരുമാനിക്കാൻ അറബികൾക്ക് പറ്റുന്നുണ്ട്. മാത്രമല്ല ഇന്ന് നിങ്ങൾ കാണുന്ന അറബ് രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന പിന്നെ ബ്രിട്ടനിലേക്ക് ഉള്ള ലോബി ഉണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്, അവരുണ്ടാക്കിയതാണ്. അവരൊരു ഭാഗത്ത് ഇസ്രായേലിനെ ഉണ്ടാക്കി, ഒരു ഭാഗത്ത് ഈ പറയുന്ന സൗദി അറേബ്യനെയും കുവൈറ്റിനെയൊക്കെ ഉണ്ടാക്കി. സത്യത്തിൽ ഇന്ന് ലോകം ഭരിക്കുക ജർമ്മനിയും അറബ് രാജ്യങ്ങളും കൂടിയായിരുന്നു. ആ മിഷൻ തകർത്തത് കുവൈറ്റാണ്. കാരണം പണ്ട് ബാഗ്ദാദിൽ നിന്ന് 100 വർഷം മുമ്പ് ബാഗ്ദാദിൽ നിന്ന് ബെർലിനിലേക്ക് ഒരു റെയിൽവേ പാത ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ജർമ്മനി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു. അത് ജർമ്മൻ ചക്രവർത്തി. അപ്പോൾ ഈ ഓയിൽ തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ഇത് എവിടെ കൊണ്ട് ഒരു തീരത്ത് അറേബ്യയിൽ ഒറ്റ സമുദ്ര തീരത്തുണ്ട് ചാടിക്കണം, പേർഷ്യൻ ഗൾഫാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന് പറ്റിയ സ്ഥലം കുവൈറ്റായിരുന്നു. കുവൈറ്റിലേക്ക് ഈ റെയിൽവേ പാത എത്താൻ തുടങ്ങിയതോടുകൂടി എന്തായി, കുവൈറ്റിലെ രാജാവ് എതിരായി. അയാൾ പണ്ടേ പിന്തിരിപ്പനാണ്. ഈ കുവൈറ്റ് യുദ്ധം ഉണ്ടാക്കി ഇറാഖിനെ ഇല്ലാതാക്കിയത് അയാൾ തന്നെയാണ്, സദ്ദാം ഹുസൈനെ അപമാനിച്ചിട്ട്. അയാൾ ഇവരുടെ കയ്യിലെ ടൂളാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യൻ ഗവൺമെൻറ് ആണെങ്കിൽ ഈ അമേരിക്കക്കാരുടെ കയ്യിലെ ടൂളാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പിന്നെ ടർക്കി സാമ്രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ അമേരിക്കയെ ബ്രിട്ടനെ സഹായിച്ചത് ഈ പറയുന്ന മക്കയിലെ ഷെരീഫ് ഉൾപ്പെടെയുള്ള സൗദി അറേബ്യക്കാരാണ്. അത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ജോർദാനാണെങ്കിലും ഖത്തറാണെങ്കിലും ഒമാനാണെങ്കിലും സൗദി അറേബ്യ ഇതെല്ലാം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ അവർക്ക് കൂറാരോടാ? അവരാരുടെ കയ്യിൽ നിന്നാണ് ഈ രാജ്യം ഉണ്ടാക്കിയത്? തുർക്കി സുൽത്താൻ ഖലീഫയുടെ കയ്യിൽ നിന്നാണ്.
അപ്പോൾ ആരോടാണ് അവരുടെ ആരുടെ സൃഷ്ടിയാണ്? അത് ബ്രിട്ടൻ്റെ സൃഷ്ടിയാണ്. ബ്രിട്ടൻ്റെ സൃഷ്ടിയാണ്, ഇന്ന് അമേരിക്കയുടെ സൃഷ്ടിയാണ്. ഇന്ന് അമേരിക്കൻ്റെ ലീഡർഷിപ്പിലാണ് അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു. അത് അമേരിക്കക്കാരെന്ന് വെച്ചാൽ ആരാ? ബേസിക്കലി ബ്രിട്ടീഷുകാരും ജർമ്മൻകാരുമാണ്, പിന്നെ ജൂതന്മാരുമാണ്. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ അപ്പുറത്ത് ഇസ്രായേൽ അവർ സപ്പോർട്ട് നൽകി, ഇപ്പുറത്ത് ഇവർക്കും സപ്പോർട്ട് നൽകി. ഈ യുദ്ധം നടക്കുമ്പോൾ ഒരിക്കലും സൗദി അറേബ്യ ഒന്നും സജീവമായി യുദ്ധത്തിൽ രംഗത്ത് വന്നിട്ടുമില്ല. യുദ്ധം നടന്ന മൊത്തം ഈജിപ്റ്റ് മുമ്പേ ഉള്ള രാജ്യമാണ്. ഈജിപ്റ്റും ജോർദാനും ഒക്കെ ആയിട്ടാണ് യുദ്ധം. ജോർദാൻ പക്ഷേ ഇവരുണ്ടാക്കിയ രാജ്യമാണ്, പക്ഷേ ഇവരായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഈജിപ്റ്റാണ് പ്രധാനമായിട്ട് യുദ്ധം നടത്തിയിട്ടുള്ളത്. ഓക്കെ. ഈജിപ്റ്റിനെ അവർ തോൽപ്പിച്ച് കളഞ്ഞു. ഈജിപ്തിനെ തോൽപ്പിച്ചതെന്ന് വെച്ചാൽ ലവ് അതൊക്കെ നടത്തിയിട്ടാണ്. അവിടുത്തെ വലിയ കുടുംബത്തിലെ മുസ്ലിം പെൺപിള്ളേരെ ജൂതന്മാരെ കൊണ്ട് പ്രേമിപ്പിച്ച് അവരെ കൊണ്ട് സൈനിക രഹസ്യങ്ങൾ ചോർത്തി അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ ലവ് ജിഹാദം കണ്ടുപിടിച്ച മുസ്ലിംസ് ഒന്നല്ല, അത് ആരോപിച്ച ഈ ജൂതന്മാരാണ്. അവന്മാർ എന്ത് പണിയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അനിശ്ചിത്വം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഹൈ ടേബിളിൽ നമ്മൾ ആ സിനിമയിൽ കാണിക്കുന്ന ഒരു അറബീനെയാണ്. അറബികൾ കൂടി വളരെ ലൈവായിട്ട് വരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ ഇപ്പോൾ തങ്ങളെ കൂടി വീങ്ങുന്നതാണ് എന്ന് സേഫായി നിൽക്കുന്ന ഖത്തറിനെയും സൗദി അറേബ്യനെ പോലെ അറബികൾ തിരിച്ചറിയുന്നു. അതിൻ്റെ സംബന്ധം അവർ ചെലുത്തുന്നു. അതാണെന്ന് തോന്നുന്നു. ഓക്കെ. കാരണം ഇപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. ഒരു ഇസ്ലാമിക വർഷം പ്രൊട്ടക്ട് ചെയ്യാൻ ഒന്ന് പാകിസ്ഥാനും ഒന്ന് ഇറാനേ ഉള്ളൂ. പാകിസ്ഥാൻ്റെ കയ്യിൽ അണുബോംബുണ്ട്, ഇറാൻ്റെ കയ്യിൽ ശക്തമായ സേനയുണ്ട്. ബാക്കി എല്ലാവരെയും ഇവരെ തന്നെ കൂട്ടുപിടിച്ചിട്ട് സദ്ദാം ഹുസൈനെ നശിപ്പിച്ചു, ഗദ്ദാഫിനെ നശിപ്പിച്ചു. ഗദ്ദാഫിയും സദ്ദാം ഹുസൈനും പോകുന്നവരെ ഇസ്രായേൽ വിശാല ഇസ്രായേൽ എന്നുള്ള കാര്യം തുറന്നു പറയില്ലായിരുന്നു. ഇപ്പോൾ അവർ തുറന്ന് പറഞ്ഞു തുടങ്ങി. ആരോഗ്യമന്ത്രി ഇടയ്ക്ക് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഈജിപ്റ്റ് തൊട്ടിട്ട് ഇസ്രായേൽ വരെയുള്ള പ്രദേശം, ഇറാഖ്, സൗദിയുടെ ചില ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഓയിൽ റിച്ച് ആയിട്ടുള്ള പ്രദേശം മൊത്തം ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെ. അത് അറബികളെ പേടിപ്പിക്കുന്നു. അപ്പോൾ ഈ ഫലസ്തീന് നിയന്ത്രണമുള്ള ഒരു പ്രദേശം ഉണ്ടാവില്ല ഭാവിയിൽ എന്നുള്ള ഒരു അല്ല, പലസ്തീന് എന്നുള്ള ഇപ്പോഴും ഇല്ലല്ലോ. അതെ, ഇപ്പോഴും വെസ്റ്റ് ബാങ്കല്ലേ ഉള്ളൂ. അതല്ല, നിങ്ങൾ വെസ്റ്റ് ബാങ്കും പിന്നെ ഗാസയും ഉൾപ്പെടുന്ന പ്രദേശം മാത്രമല്ല വിശാല ഇസ്രായേൽ എന്ന് വെച്ചാൽ എന്താ പറയുക, ലോകത്തൊരിക്കലും ജൂതന്മാരെ അങ്ങനെ സാമ്രാജ്യം ഉണ്ടായിരുന്നില്ല. അത് അവരുടെ ഒരു സ്വപ്നമാണ് എല്ലാ കാലത്ത്. അതായത് ഈജിപ്റ്റ് തൊട്ടിട്ട് ആഫ്രിക്ക തൊട്ടിട്ട് ഈജിപ്റ്റ് തൊട്ടിട്ട് ടുണീഷ്യ വഴി സൗദി അറേബ്യ, പിന്നെ ഇറാൻ്റെ അതിർത്തി കൂടെ സൗദി അറേബ്യ, അതുപോലെ തുർക്കിയുടെ ചില ഭാഗങ്ങൾ, സിറിയ, ലെബനൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ പ്രദേശമാണ്. ഇന്ത്യനെക്കാളും വലിയ രാജ്യമായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇല്ല, ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ വീണ്ടും ഇവർ ആ ഒരു വിഷയത്തിലും, അതായത് ഇസ്രായേലിൻ്റെ ഒരു സംഭവം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ നിർബന്ധം വളരെ ശക്തമായിരുന്നു. അതായത് ഗാസയിലൊരു വെടിനിർത്തൽ കൊണ്ടുവരിക എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ അതിന് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് യെസ് മൂളി. പക്ഷേ ഇതുവരെയും ഇസ്രായേൽ തുറന്നു പറഞ്ഞിട്ടില്ല വെടിനിർത്തൽ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന്. അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലൊരു കരാറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം, പൂർണ്ണമായും അവരുടെ ഭാഗത്തു നിന്നും ആയുധമായി പുറത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ അവർ ഇറങ്ങി പോരാടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്. പക്ഷേ ഹമാസ് പറയുന്നു കരാർ പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറണം ഗാസയിൽ നിന്നും. അതിനോടൊപ്പം തന്നെ ഇവരുടെ ഭാഗത്ത് അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുള്ള ഒരു സംരക്ഷണ സേനയും വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേ ഇതിന് ഇസ്രായേൽ ഇതുവരെ ഒരു തുറന്ന് പറഞ്ഞിട്ടില്ല യെസ് ആണ് എന്ന്. പക്ഷേ അവർ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഹമാസിനെ ആരുണ്ടാക്കി? ഇസ്രായേൽ ഉണ്ടാക്കിയതല്ലേ. ഇതൊക്കെ തന്നെ ഇവർ സഹോദരന്മാരാണ്. ഇവന്മാരെ വാപ്പ ഒന്നാണ്. ഇപ്പോൾ നിങ്ങൾ ഗൾഫ് മേഖലയുള്ള അറബി രാജ്യങ്ങളിൽ ഇസ്രായേലിനെ വാപ്പ ഒന്നാണ്. നമ്മൾ പറയും എബ്രഹാമിക്കാന്ന് പറയും, അതായത് എബ്രഹാമാണല്ലോ നമ്മുടെ പൊതുവായിട്ടുള്ള പൂർവികൻ. അതേപോലെ ഇവരുടെ രണ്ടുപേരുടെയും വാപ്പ ഇംഗ്ലണ്ടാണ്, ബ്രിട്ടനാണ്. ഇവിടെ പൊതുവായിട്ടുള്ള ശത്രു എന്ന് വെച്ചാൽ ഈ ടർക്കി സാമ്രാജ്യമാണ്. അതിനെ അവർ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ്. അതിനാണ് യുവ തുർക്കി എന്നൊക്കെ പറയുന്ന മൂവ്മെൻ്റൊക്കെ അവിടെ ഉണ്ടാക്കി ഉള്ളിൽ കൂടെ തകർത്തു. ഈ വലിയ ചിലവുള്ളതായിരുന്നു. ഞാനീ ബാഗ്ദാദ്, നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ബാഗ്ദാദ് ബെർലിൻ റെയിൽവേ. അതതിൻ്റെ ഫലപ്രാപ്തിയിലെത്തിയില്ല. അപ്പം ആ രാജ്യം സാമ്പത്തികമായി തകർന്നു. പിന്നെ ജർമ്മനിയായിട്ടുള്ള ബന്ധം കൊണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. അതിൻ്റെ ഉള്ളിൽ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ രാജ്യത്ത് തന്നെ ഈ യങ് ടർക്സ് എന്ന വിപ്ലവകാരികളുണ്ടാക്കി. അവരവരുടെ ഭരണകൂടത്തെ അവിടുന്ന് അനാർക്കി ഉണ്ടാക്കി, അവിടുന്ന് തകടം മറിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ കാണുന്ന ഈ ലോകക്രമം ഉണ്ടായത്. അതായത് സ്വന്തം ജനതയെ ഒറ്റുകൊടുത്തവരാണ് ഈ അറബികൾ, ഇന്ന് കാണുന്ന അറബികൾ. ലോകത്തിപ്പം മുസ്ലിങ്ങളെ ഞാനൊക്കെ എന്താ BJP ചില കാര്യങ്ങളൊക്കെ നല്ലത് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജനതയെ പിന്നെ ഒറ്റുകൊടുക്കുന്ന ചില ആളുകൾ പറയാറ്. ഞാനല്ല ഒറ്റുകൊടുത്ത്, ഞാനാരെയും ഒറ്റുകൊടുക്കാറില്ല. ഒറ്റുകൊടുക്കുന്ന ഇവന്മാരെ കൊണ്ടുനടക്കുന്ന ഈ ഗൾഫ് രാജ്യങ്ങളാണ് സ്വന്തം ജനതയെ ബ്രിട്ടനും ജൂതന്മാർക്കും വേണ്ടി ഒറ്റുകൊടുത്തത്. എന്നിട്ടാണ് വലിയ ഇസ്ലാം വന്നുകൊണ്ട് നടക്കുന്നത്. അത് സൗദി അറേബ്യ, സൗദി വഹാബികൾ നോക്കിയാൽ മതി.
ഈ വഹാബിയാണല്ലോ. ഈ സൗദി അറേബ്യൻ്റെ ബ്രിട്ടൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. ലോറൻസ് ഓഫ് അറേബ്യയിലെ ലോറൻസ് ഉണ്ടല്ലോ, ആ ലോറൻസ് സ്കോട്ട്ലാൻഡ് തന്നെയാണ്. അയാൾ എന്നിട്ട് അറബി അറിയായിരുന്നു. അയാൾ പര്യവേഷണം എന്ന് പറഞ്ഞിട്ട് ആ 20ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ഡെസേർട്ട് മൊത്തം നടന്ന് ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടാക്കി. ഇനി ഇവരെ എല്ലാം ബ്രിട്ടൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് തുർക്കിക്കെതിരായി. അങ്ങനെയാണ് തുർക്കി 1-ാം ലോക മഹായുദ്ധത്തിൽ തോൽക്കുന്നത്. അങ്ങനെ ട്രീറ്റി ഓഫ് സെർവേഴ്സിലൂടെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ബ്രിട്ടൻ്റെ അണ്ടറിൽ വന്നു, ഫ്രാൻസിൻ്റെ അണ്ടറിൽ വന്നു. അങ്ങനെയാണ് ഈ ഇസ്രായേൽ രാജ്യം വരുന്നത്. ഓക്കെ, അത് ഇവരിപ്പം ഫണ്ട് മേടിച്ച് ഇവർ ഇസ്ലാമിന് വേണ്ടിയിട്ട് വലിയ കാര്യം വന്ന് നടക്കുന്നില്ലേ ഇവിടെ കേരളത്തിൽ പലരും. ഇവന്മാർക്ക് ഫണ്ട് കൊടുക്കുന്നവന്മാരാണ് ഇസ്ലാമിൻ്റെ ലോകത്തിലുള്ള പ്രാധാന്യം ഇല്ലാതാക്കി കളഞ്ഞത്. ഓക്കെ, അറിയോ? ഓക്കെ. നമുക്കിത് അറിയുന്നതുകൊണ്ടാണ് അത് ഇവിടെ കേരളത്തിൽ കളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളീ പറഞ്ഞു കൊടുക്കുന്നത്. മണ്ടന്മാർക്ക് അത് വല്ലതും അറിയോ? ഇപ്പോഴും അവരോടൊക്കെ പൈസയും മേടിച്ചുകൊണ്ട് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുക. അല്ല, അന്നും ഈ മുസ്ലിങ്ങളായിട്ട് ഏറ്റവും നല്ല ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് ഹിന്ദുക്കൾ, അതും കേരളത്തിലെ ഹിന്ദുക്കൾ. ഇന്ന് ഇവന്മാരുടെ പൈസയും മേടിച്ച് ഇവിടെ എന്താണ് പെൺപിള്ളേരെ മതം മാറ്റി അങ്ങനെയുള്ള പരിപാടിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ഈ അജണ്ട സെറ്റ് അങ്ങ് യൂറോപ്പിലാണ്. ഇപ്പം ബ്രിട്ടൻ ശക്തിയെല്ലാം വന്നിട്ടില്ല, അവിടെയുള്ള പൈസക്കാരാണ്. അമേരിക്കയിലും ഉണ്ട്. ഓക്കെ, അതിലിപ്പോൾ എന്ന് വെച്ചാൽ അറബികൾ കൂടി കയറി. കാരണം ഇവരുടെ മക്കളാണല്ലോ, ബ്രിട്ടൻ്റെ മക്കളാണല്ലോ ജൂതന്മാരെ അറബികളും. അപ്പോൾ അവന്മാർക്ക് അവിടെ സ്പേസ് കിട്ടി. അപ്പോൾ അവന്മാർ നോക്കുമ്പോൾ ഈ ഇബ്രാഹിമി മതങ്ങളുടെ കാര്യം ഇവന്മാർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അപ്പം എല്ലാം അങ്ങോട്ടും കൊണ്ട് അടിയായിരിക്കും. ഇവന്മാരൊന്ന് സമാധാനം പുലർത്തി കഴിഞ്ഞാൽ ലോകത്ത് സമാധാനം ഉണ്ടാവും. കാരണം ലോകത്ത് ഏതാണ്ട് 95% പ്രദേശങ്ങളും ഭരിക്കുന്ന ഈ 3 റിലിജൻസാണ്. ക്രിസ്ത്യൻ, ജൂത, ഇസ്ലാമിക് റിലിജൻസാണ് ഭരിക്കുന്നത്. ഓക്കെ. ഇവന്മാർ യുദ്ധം നിർത്തിയാൽ ലോകത്ത് യുദ്ധം നിൽക്കും. ഇവന്മാർ നിർത്തിയാൽ ഇപ്പം എന്താ വെച്ചാൽ ജൂതന്മാർക്ക് പേടിയായി തുടങ്ങി. അറബികൾ ഈ ഹൈ ടേബിളിനെ സ്വാധീനിച്ചു തുടങ്ങി. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ? അതാണ്. അല്ലാതെ ഇങ്ങനെ യുദ്ധം നീണ്ടുപോയില്ല. ഓക്കെ, ഓക്കെ. ട്രംപിൻ്റെ മേലെ സമ്മർദ്ദം പല രീതിയിൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്നവരായിരുന്നവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെ അല്ല. ഇപ്പം ഇടയ്ക്ക് ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല ഇടയ്ക്ക് വെടിനിർത്തലും. ഇസ്രായേൽ വേണമെങ്കിൽ ആറ്റം ബോംബ് വരെ ഉപയോഗിക്കാമെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക സമ്മതിക്കുന്നില്ല. അമേരിക്കയ്ക്ക് അവിടെ ഇസ്രായേൽ ആളുകളെ ബോംബ് തന്ന അമേരിക്കയ്ക്ക് എന്ത് വർഷം? അപ്പോൾ അമേരിക്കനെ കൺട്രോൾ ചെയ്യുന്ന ശക്തികൾക്ക് അതൊരു പ്രോബ്ലമാണ്. ഓക്കെ, അതെ. ഇത് നമ്മളെ സാധാരണ ഇവിടെ നിന്നിടാ ഇറാഖ് യുദ്ധം നിർത്തി ഇതുകൊണ്ടായിരിക്കാം, ഇസ്രായേൽ വിയോജിച്ചു ഇതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് യാന്ത്രികമായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് ചർച്ച ചെയ്താൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ഈ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് ഉള്ളോട്ട് കയറി ചെന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാവുള്ളൂ. എല്ലാത്തിനും പിന്നെ ലോജിക്ക് ഉള്ള സത്യമാണ്. ആ ലോജിക്ക് എന്താ വെച്ചാൽ നിങ്ങളെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. യെസ്, തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് പക്ഷേ എല്ലാം ഇങ്ങനെ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് തോന്നിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സും ഇവർ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചുറച്ചത് പോലെ നടക്കുമെന്നാണോ കരുതേണ്ടത്? അത് അവന്മാരുടെ ഇടയിൽ തല്ലുണ്ടായത് എങ്ങനെ തീരുമെന്ന് പറയാൻ പറ്റും. അതാണ് നമ്മളിപ്പം കാണുന്നത്. ഇറാനായതുകൊണ്ട് അല്ലേ? ഇതിൻ്റെ വേറൊരു പ്രശ്നമുണ്ട്. ഇസ്രായേൽ എപ്പം ബോംബിടാമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് അവിടെ ആ പ്രദേശത്ത്. അത് സമ്മതിക്കാത്ത അമേരിക്കയാണ്. കാരണം ഇവരുടെ മക്കൾ തന്നെയാണല്ലോ, അതുകൊണ്ടാണ് സമ്മതിക്കാത്തത്. വേറൊന്നുമില്ല. ഇവരുടെ ഐഡിയോളജിക്കൽ കിഡ്സാണ് മുസ്ലിം ആണെങ്കിൽ ആര് ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ. അതുകൊണ്ടാണല്ലോ അവർ ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിംസിന് ലോകത്തുണ്ടായ പ്രാധാന്യം അവസാനിപ്പിച്ച ആരാണ്? ബ്രിട്ടനാണ് 1-ാം ലോക മഹായുദ്ധത്തോടുകൂടി. പിന്നെ അമേരിക്കയാണ്. ഇവരാരുടെ കൂടെയാണ്? അതിനുശേഷം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രഗത്ഭര നേതാക്കന്മാരാണ് സദ്ദാം ഹുസൈൻ, ഗദ്ദാഫി, ഇവരൊക്കെയാണ്. ഇവരൊക്കെ കൊല്ലാൻ വേണ്ടി കൂട്ടുന്നവരാണ് അറബ് രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ ആരുടെ മക്കളാണ്? നിങ്ങൾ നിസ്കരിക്കുന്നത് ആരുടെ മക്കളുടെ കൂടെയാണ് എന്ന് നിങ്ങൾ സ്വയം ആലോചിച്ചാൽ മതി. ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരു വീക്ഷണം, വിലയിരുത്തൽ, അതാണ് ഇന്ന് ഇറാൻ US സൈനിക നടപടി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഫക്രുദ്ദീൻ അലി നടത്തിയിരിക്കുന്നത്. ഇതൊരു സിനിമയുടെ തിരക്കഥയ്ക്ക് അനുസൃതമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ജോൺ വിക്ക് സിനിമയാണ് നമ്മൾ തുടക്കത്തിൽ പ്രതിപാദിക്കുവാനായി നമ്മൾ തിരഞ്ഞെടുത്തത്. അതിനോട് ഉപമിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിലയിരുത്തി. എന്തായാലും അതൊക്കെ നോക്കുമ്പോൾ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഈ അജണ്ടയ്ക്ക് പിന്നിൽ ഒട്ടേറെ ഡാർക്ക് രഹസ്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ആരും അറിയാത്ത വിധത്തിൽ പങ്കാളികളാകുന്ന കുറേയേറെ വിഭാഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അതിലേക്ക് അറബ് വിഭാഗവും വരുന്നു എന്നും ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ ജ്യൂസ്, അറബ്സ്, ഇങ്ങനെ 3 കൂട്ടർ ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. അതൊരു ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അനുഭവിക്കുന്നവർ ഇത് ഇനിയും
തിരിച്ചറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വശം ഈ ഒരു വിഷയത്തിൻ്റേത്. ഇവിടെ കേരളത്തിലൊക്കെ ആർക്കോ വേണ്ടി യുദ്ധം ചെയ്യാണ്. ഇപ്പോൾ അവിടെ ഒരു ബോംബ് ഇടുമ്പോൾ ഇവിടെ ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിൻ്റെ ഒക്കെ വീട്ടിലാണ് അന്നം മുട്ടുന്നത്. കാരണം കേരളം ഇപ്പം ഗൾഫിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇവൻ നെതന്യാഹു കേറിയടി നമ്മൾ ഇറാൻ മോശമല്ല എന്നും പറഞ്ഞ് ഫുട്ബോൾ കളി കണ്ടിരിക്കുന്ന പോലെ ഇരിക്കുകയാണ് ഈ മണ്ടന്മാർ. ഇവന്മാരെ വീട്ടിലാണ് ബോംബ് വീഴാൻ പോകുന്നത്. സത്യത്തിൽ അത് ഈ മണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല. തീർച്ചയായും നമ്മുടെ കുടുംബ ബഡ്ജറ്റിലേക്കാണ് ബോംബ് വീഴുന്നത്. ഈ വീഴുന്ന ബോംബെല്ലാം തന്നെ എഫക്ട് ചെയ്തത്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും അതിൻ്റെ ഇടയിൽ മോഡി ഇന്ധനക്ഷാമം ഉണ്ടാക്കിയ മോഡിയാന്ന് തോന്നുന്നത്. മോഡിൻ്റെ അഞ്ഞത്തിട്ട് കയറാൻ നോക്കും. ഇതൊക്കെ തമാശയാണോ? കാരണം ഇത് നമ്മളിപ്പോൾ നോക്കാം, ഗൾഫ് മേഖലയിൽ തന്നെ ഏകദേശം 1 കോടിയോളം മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അതിൽ നല്ലൊരു ശതമാനം മലയാളികളുണ്ട്. ഇവിടെ മലയാളികൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളുണ്ടല്ലോ. അവിടെ വെച്ച് അവർ വന്നു തരും. ഏതാണ്ട് 1 ലക്ഷത്തോളം മലയാളികൾക്ക് ഇസ്രായേൽ ജോലി കൊടുത്തിട്ട്. ഇസ്രായേൽ ജോലി എടുക്കാൻ തുടങ്ങിയത് എത്ര വർഷമായി? 10 വർഷം. എത്ര? 1 ലക്ഷം. ഗൾഫ് ഏതാണ്ട് 30-40 വർഷമായി മലയാളിക്ക് ജോലി എടുക്കാൻ തുടങ്ങി. എത്ര വർഷമായി? 40 വർഷം. അതിനുശേഷമാണ് കേരളത്തിൽ ഈ മാറ്റം മൊത്തമുണ്ടായി. അവർ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ജോലി കൊടുക്കുന്നത്? അല്ല, എല്ലാവർക്കും ജോലി എടുക്കുന്നുണ്ട്. ഇസ്രായേലുകാർക്ക് മുസ്ലിങ്ങൾക്ക് ജോലി കൊടുക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ അപ്പോൾ അറബി രാജ്യങ്ങളാണോ ഈ പറഞ്ഞ ഇസ്രായേലാണോ നിങ്ങൾക്ക് അന്നം തരുന്നത്? നിങ്ങളുടെ രാജ്യങ്ങൾ. നിങ്ങളുടെ നാട്ടിൽ ഇത്രയും കൂലി കൂടി എന്തുകൊണ്ടാണ്? ഗൾഫ് പണം ഇവിടെ വന്ന് നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ മുമ്പ് 100 രൂപയാണ് ആശാരിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഗൾഫ് പണം വന്നതോട് കൂടി ഇപ്പം 3000 രൂപയാണ്. ഒരാശാരി ഒരാശാരിൻ്റെ ടീം വന്നാൽ 3000 അല്ല 4000-5000 രൂപയാവും ഒരു ദിവസം പണിക്ക്. അതെ. അപ്പോൾ എന്തായാലും കേരളത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായകമായ പങ്കുവച്ച മേഖലയാണ് ഗൾഫ് മേഖല. ഗൾഫ് രാജ്യങ്ങൾ അവിടേക്ക് ജോലി തേടി പോയവർ ഒന്നുമില്ലാതെ പോയവരാണ്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പോയവർ അവിടെ നിന്ന് എല്ലാം ഉണ്ടാക്കി ജീവിതം കരുപ്പിടിപ്പിച്ച് ബന്ധുക്കളെയും അടുപ്പക്കാരെയും ഒക്കെ തന്നെ രക്ഷപ്പെടുത്തി ആ ഒരു ചരിത്രമാണ്. എന്നിട്ട് ഒരു സഹായം ചെയ്യാത്ത എന്നുവെച്ചാൽ ഈ നിങ്ങൾക്ക് പേഴ്സണലി ഒരു സഹായം ചെയ്യാത്ത ഒരു രാജ്യത്തിന് വേണ്ടി നിങ്ങൾ കൈയടിക്കുകയാണ്. നാപ്പാടൊരു ഗുണമെന്ന് വെച്ചാൽ ഇസ്രായേൽ പാകിസ്ഥാനെ അവർക്ക് പേടിയുള്ളതുകൊണ്ട് അവരെ കട്ടയിൽ ചെയ്യാൻ നമ്മൾ ആവശ്യമുണ്ട്. ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താൽക്കാലികമായിട്ട്. അതിന് ശരിക്കും നമുക്ക് അവരോട് നന്ദിയുണ്ട്. അതവർ ചെയ്യണം. അത് അവരുടെ കൂടി നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. പക്ഷെ ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ ഇസ്രായേൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എല്ലാ യുദ്ധത്തിലും അവരുടെ സപ്പോർട്ട്. പാകിസ്ഥാനെതിരാണ് നമ്മൾ യുദ്ധങ്ങൾ. പാകിസ്ഥാൻ അവർക്ക് പേടിയാണ്. അവർക്ക് നേരിട്ട് വന്ന് പിന്നെ ബോംബ് ചെയ്യാൻ അന്ന് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെ ഉപയോഗിച്ച് അവരെ കട്ട് ചെയ്യാം. അവർക്ക് നമ്മൾ ആവശ്യമാണ്. ഇപ്പോൾ അവർക്ക് നേരിട്ട് ഇപ്പോഴും അത്ര എളുപ്പമല്ല നേരിട്ട് വന്ന് ചെയ്യാന്നുള്ളത്. പിന്നെ പാകിസ്ഥാൻ അതിൽ അനുഭവമുണ്ട്. അവന്മാരെ വേറെ ബുദ്ധി നോക്കണം. ഈ അനുഭവമുള്ള ഈ പാകിസ്ഥാനോട് അവന്മാർക്ക് വേണ്ടി നമ്മൾ കളിച്ചാണ്ടല്ലോ. ഇവന്മാർ നമ്മളെ അഞ്ചത്തല്ലേ ഉടച്ച് ബോംബിടും. അല്ലാണ്ട് ഇസ്രായേൽ പോയി ബോംബിടും. അതെ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു സിനിമയുടെ തിരക്കഥയ്ക്ക് അനുസൃതമായി മുന്നോട്ട് പോവുകയാണ്. പശ്ചിമേഷ്യ സമാധാനത്തിൻ്റെ തീരത്തേക്ക് അണഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി എത്ര നാൾ യുദ്ധമുണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല. കാരണം അതിന് ഏറ്റവും ശക്തമായ രീതിയിൽ ചുക്കാൻ പിടിക്കുന്ന ഒരാൾ ഡൊണാൾഡ് ട്രംപാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ ഒരു വട്ടനെന്നോ കിറുക്കനെന്നോ വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അതൊന്നും തന്നെ ശരിയല്ല. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ, അദ്ദേഹത്തിൻ്റേതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ മിടുമിടുക്കനുമാണ്. അത്തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു വശം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്താകും എന്നറിയുവാൻ. വളരെയധികം നന്ദി ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നത്. നമസ്കാരം.